Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ് എന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്, ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് എക്സാമിന് ചോദിച്ചത്, അതിനെപ്പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം ഡിറ്റർമിനൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മെട്രിസസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അതിനകത്ത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഡിറ്റർമിനൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെട്രിസസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ മെട്രിസസിന് കിട്ടുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മെട്രിക്സിൽ അസൈൻ ചെയ്തേക്കുന്ന ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. ആ സ്ക്വയർ മെട്രിക്സിന് അസൈൻ ചെയ്തിരിക്കുന്ന ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ DET ഓഫ് എ എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് രണ്ടുമാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനൻസ് എന്നുള്ള പ്രോപ്പർട്ടി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഡിറ്റർമിനൻസ് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. തന്നിരിക്കുന്ന മെട്രിക്സിൽ സിംഗിൾ ഒരു വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിനകത്തുള്ള ആ മെമ്പറിൻ്റെ വാല്യൂ തന്നെയായിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. A = മെട്രിക്സ് 2 3 4 5 ഇതാണ് മെട്രിക്സ്. അങ്ങനെയെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ മെട്രിക്സിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഈ 2 × 5 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നും ഈ 4 × 3 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2 × 5 മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ നിന്നും 4 × 3 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 × 5 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 10 - 12 വലുതേതാണ്? 12 അല്ലേ. രണ്ട് ഡിഫറെൻറ്റ് സൈൻസ് ആണ്. അപ്പം വലുതിൽ നിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കണം. അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ 10 - 12 എന്നുള്ളത് -2 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആകാം, പോസിറ്റീവ് ആയിരിക്കണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. പോസിറ്റീവ് ക്വാണ്ടിറ്റിയും വരാം, നെഗറ്റീവ് ക്വാണ്ടിറ്റി വരാം, സീറോയും വരാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. 2 × 5 അതായത് ഇവിടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ നിന്നും ഇവിടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഓർഡർ മാറിപ്പോയത്, അപ്പോൾ സൈൻ ചേഞ്ച് ആയി പോവും. ആദ്യം ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, ഇതൊരു 2x2 മെട്രിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് തന്നെങ്കിൽ അത് എങ്ങനെ കാണുമെന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ മെട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33 ആണെന്ന് വയ്ക്കുക. അതായത് ഒരു 3x3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പല രീതിയിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാനുള്ള മെത്തേഡുകൾ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. പല രീതിയുണ്ട്. അപ്പോൾ എല്ലാ മെത്തേഡും കൂടെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു മെത്തേഡ് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് എക്സ്പാൻഡിങ് എലോങ് ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ വെച്ച് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ പഠിച്ചു വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. ഇനി എക്സാമിന് പ്രത്യേകിച്ച് ഫസ്റ്റ് റോ അല്ലെങ്കിൽ സെക്കൻഡ് റോ എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരേ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് റോ എന്നുള്ള രീതി തന്നെ എടുത്ത് പ്രോബ്ലം ചെയ്താലും മതി. സോ A = അപ്പോൾ A തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ സിമ്പിൾ മാറിപ്പോവും. ഇത് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ഇങ്ങനെ രണ്ട് വരകൾ അങ്ങനെ അതിനകത്ത് വാല്യൂസ് എഴുതുവാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് A = ഡിറ്റർമിനൻ്റ് എന്ത് വരും? ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ എഴുതാം. A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അലോങ് ദ ഫസ്റ്റ് റോ ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എടുക്കേണ്ട എലമെൻറ്റ് A11. ഓക്കെ, A11നെ എടുക്കുക. ആദ്യം A11നെ എടുത്തിട്ട് A11 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. A11 ഉൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞത് ഇത്, A11 ഉൾപ്പെടുന്ന കോളം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന മൈനർ ഏതാണെന്ന് നോക്കുക. നമുക്ക് കിട്ടുന്ന മൈനർ ഏതാണ്? പിന്നെ
ഈ വരുന്ന ഇതാണ്, ഈ ഒരു മെട്രിക്സ് ആണ് 2x2 മെട്രിക്സ് ആണ് മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ A11 ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയ ശേഷം വരുന്ന മൈനറാണ് നമ്മൾ അടുത്ത ഡിറ്റർമിനൻ്റ് ആയിട്ട് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ A11 ഇൻറ്റു അടുത്ത ഡിറ്റർമിനൻ്റ് സിമ്പിൾ ഇട്ടിട്ട് A22 A23 A32 A33 എന്ന് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞ് മൈനസ് ഇടണം. ഓക്കെ, മൈനസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത എലമെൻ്റ് എടുക്കുകയാണ്. അടുത്ത എലമെൻ്റ് ഇവിടെ A12 ആണ്. അപ്പോൾ ഇനി അടുത്തത് എക്സ്പാൻഡ് ചെയ്യേണ്ടത് A12 വെച്ചിട്ടാണ്. അപ്പോൾ ഇനി A12 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്തിട്ട് കിട്ടുന്ന മൈനർ നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ A12 വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ A12 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. ഈ റോ ഇങ്ങനെ കളയുക, അതുപോലെ ഈ A12 ഉൾപ്പെടുന്ന കോളം ഇങ്ങനെ കളയുക. അത് കഴിഞ്ഞ് വരുന്ന മൈനർ നോക്കുക. അത് കഴിഞ്ഞ് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ഭാഗം ഏതാണെന്ന് നോക്കുക. A21 ഉണ്ട്, A23 ഉണ്ട്, ഇവിടെ A31, ഇവിടെ A33. അപ്പോൾ അതിനെ ഒരു ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതുക. ഒരു 2x2 ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ A12 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി കളഞ്ഞിട്ട് വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? A21 അവിടെ എഴുതി, A23 അതിവിടെ എഴുതി, അതിൻ്റെ താഴെ A31 ഇവിടെ എഴുതി, A33 ഇവിടെ താഴെ എഴുതി. ഓക്കെ, അതിനെ ഒരു 2x2 മെട്രിക്സ്, ഒരു 2x2 ഡിറ്റർമിനൻ്റ് ആയിട്ട് നമ്മൾ എഴുതി. ഇനി പ്ലസ് ഇടുക. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് എന്നുള്ള രീതിയിലാണ്. ആദ്യത്തെ ടൈം പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ്, അടുത്തത് പ്ലസ്. അപ്പോൾ ആ ഓർഡർ എപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ രണ്ടാമത്തെ ടൈം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഫസ്റ്റ് റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് എപ്പോഴും ഇവിടെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കണം. അടുത്തത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് A12 ഉൾപ്പെടുന്ന റോയും കോളം അവോയ്ഡ് ചെയ്തു. ബാക്കി വരുന്ന മൈനറിനെ നമ്മളിങ്ങനെ ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതി. ഓക്കെ, അത് കഴിഞ്ഞ് പ്ലസ് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത് എന്ത് നോക്കണം? A13 ആണ് അടുത്ത എലമെൻറ്റ്. ഫസ്റ്റ് റോ വെച്ചാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണേ അല്ലേ? അപ്പോൾ A13 ആണ് അടുത്ത എലമെൻറ്റ്. അത് ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യണം. അടുത്തത് A13 ആണ്. A13 ഉൾപ്പെടുന്ന റോയും കോളം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ A13 ഉൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞാൽ ഇത്, A13 ഉൾപ്പെടുന്ന കോളം എന്ന് പറഞ്ഞാൽ ഇത്. ഇത് രണ്ടും അവോയ്ഡ് ചെയ്ത് കിട്ടുന്ന അടുത്ത മൈനർ ഏതാന്ന് നോക്കാം. അടുത്ത കിട്ടുന്ന മൈനർ എന്ന് പറഞ്ഞത് ഇത് A21 A22 A31 A32. കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം ഏതാന്ന് നോക്കാം. അതിനെ ഇവിടെ ഈ ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതിയാൽ മതി. അപ്പോൾ A+A13 ഇൻറ്റു A21 ഇവിടെ എഴുതി, A22 ഇവിടെ എഴുതി, A31 ഇവിടെ എഴുതി, A32 എഴുതി. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ഫോമിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇനി ഇതെന്താണ്? 2x2 നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യണത്? ഇത് ഓപ്പോസിറ്റ് ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇതുപോലെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അതേ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ A11 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് A22 ഇൻറ്റു A33 മൈനസ് A32 ഇൻറ്റു A23 അതിവിടെ ബ്രാക്കറ്റിലിട്ടേക്കാണ്. അടുത്ത ടൈം മൈനസ് A12 ഇൻറ്റു ഇതൊരു 2x2 ഡിറ്റർമിനൻ്റ് ആണ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A21 ഇൻറ്റു A33 മൈനസ് A31 ഇൻറ്റു A23. ഓക്കെ, അടുത്ത പ്ലസ് A13 ഇൻറ്റു A21 ഇൻറ്റു A32 മൈനസ് A31 ഇൻറ്റു A22. ഓക്കെ, അപ്പോൾ വാല്യൂസ് എല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ A12 A13 എന്നൊക്കെ ജനറൽ ആയിട്ടൊരു ടേം വെച്ച് എക്സ്പ്രസ് ചെയ്തേക്കുവാണ്. നമുക്ക് പ്രോബ്ലം ആകുമ്പോഴത്തേക്കും എന്ത് വരും? ഇതിൻ്റെയൊക്കെ ടേംസിൽ ഓരോ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ നമ്പർ ജസ്റ്റ് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 3x3 മെട്രിക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2x2 മെട്രിക്സിൻ്റെ ആദ്യം ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡിറ്റർമിനൻറ്റ്സ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 2 4 -1 0 ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ഒരു 2x2 ഡിറ്റർമിനൻ്റ് ആണ്. അതെന്ത് ചെയ്യണം? 2 × 0 ചെയ്യണം, മൈനസ് -1 × 4 ചെയ്യണം. 2 × 0 ആദ്യം ചെയ്യുക, ദെൻ മൈനസ് -1 × 4. തെറ്റരുത്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നടുക്കൊരു മൈനസ് ഉണ്ട്. ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക, -1 × 4 ബ്രാക്കറ്റിലിടുക. അപ്പോൾ 2 × 0 0, ദെൻ മൈനസ് ബ്രാക്കറ്റിനകത്ത് സോൾവ് ചെയ്യുമ്പോൾ -1 × 4, അതായത് -4 വരും. -1 × 4 എന്ന് പറഞ്ഞാൽ -4 വരും. ഇനി നോക്കിയേ, 0 ഇവിടെ മൈനസ് പുറത്തുണ്ട്, ഇവിടെ അകത്തൊരു മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. +4 എന്ന് വരും. അതായത് 0 + 4 4 എന്ന് കിട്ടും. നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ എത്ര കിട്ടി? 4 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയൊന്നും എക്സ്പാൻഷൻ്റെ ഒന്നും ആവശ്യമില്ല.
ജസ്റ്റ് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രം. അപ്പം ഇത്രയൊന്നും സ്റ്റെപ്സ് എഴുതി നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല, വേഗം നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഒരു 2/2 മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു 3/3 ചെയ്ത് നോക്കിയാലോ. ഒരു 3/3 മെട്രിക്സിൻ്റെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിനൻറ്റ് 2 - 1 - 2 0 2 - 1 3 - 5 0. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഓക്കെ, നോക്കി 2 - 1 - 2 0 2 - 1 3 - 5 0. ഞാൻ റോ 1 വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കോ, ആദ്യം ഏത് എലമെൻ്റ് എടുക്കണം? 2 എടുക്കണം. അപ്പോൾ 2 ഉൾപ്പെടുന്ന റോയും കോളവും കളയണം അല്ലേ. 2 ഉൾപ്പെടുന്ന റോയും കോളവും കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉൾപ്പെടുന്ന റോ ഇത്, 2 ഉൾപ്പെടുന്ന കോളം ഇത്, അത് രണ്ടും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്? 2 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഏതാണ്? അപ്പോൾ 2 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 2 - 1 - 5 0. അപ്പോൾ ആദ്യമുള്ള പ്രോബ്ലങ്ങൾ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇതിൽ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാനുള്ള സ്പീഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി വരുന്ന മൈനറിനെ നമ്മൾ ഇവിടെ എഴുതി. 2 - 1 - 5 0. അടുത്ത ടൈം എപ്പോഴും എന്താണ്? മൈനസ്. അടുത്ത മെമ്പർ എന്താണോ അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മൈനസ് ഇട്ട് വയ്ക്കുക. അപ്പോൾ മൈനസ് ഇൻറ്റു അടുത്ത ഇവിടുത്തെ എലമെൻ്റ് ഏതാ? -1 ആണ്. -1 ആണ് അടുത്തത്. -1 വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. -1 ഉൾപ്പെടുന്ന റോയും -1 ഉൾപ്പെടുന്ന കോളവും കളഞ്ഞു. ബാക്കി വരുന്ന മൈനർ ഏതാന്ന് നോക്കാം. ബാക്കി വരുന്ന മൈനർ ഏതാണ്? 0 - 1 3 0 അല്ലേ. അപ്പോൾ -1 ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഓൾറെഡി ഉള്ളതാണ്, എക്സ്പാൻഷനിലുള്ളതാണ്. പിന്നെ എലമെൻ്റ് ആണ് -1 ആയിട്ടുള്ളത്. അപ്പോൾ -1 ഇൻറ്റു നമ്മുടെ ഡിറ്റർമിനൻ്റ് എന്തൊക്കെയാണ് വരിക ഉള്ളിൽ? 0 - 1 3 0. ഓക്കെ, ഇനി അടുത്തത് പ്ലസ്. ഇപ്പോൾ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് എന്നുള്ള രീതിയാണ്. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇത് മൈനസ് ആണ്, അടുത്തത് പ്ലസ്. ഇനി ഏത് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം? ഇവിടെ അടുത്ത എലമെൻ്റ് ഏതാ? -2. അപ്പോൾ -2 വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യണത്. അപ്പോൾ -2 ഇൻറ്റു ഡിറ്റർമിനൻ്റ്. ഇനി -2 ഉൾപ്പെടുന്ന റോയും കോളവും കളയണം അല്ലേ. അടുത്ത് നമുക്ക് -2 എന്നുള്ള എലമെൻ്റ് എടുക്കണം. -2 ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മൈനർ എഴുതുക. മൈനർ ഏതൊക്കെ വരും? 0 2 3 -5 എന്ന് വരും. ഓക്കെ, അപ്പോൾ -2 ഇൻറ്റു മൈനറിനകത്ത് എന്ത് വരണം? 0 2 3 -5. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. 2/2 ഡിറ്റർമിനൻ്റ് ആയി. ഇത് ഇനി എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. 2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു 0 അല്ലേ. 2 ഇൻറ്റു 0 -5 ഇൻറ്റു -1. 2 ഇൻറ്റു 0 ഈസ് 0, ദെൻ -5 ഇൻറ്റു -1. -5 ഇൻറ്റു -1 എന്ന് പറഞ്ഞത് 5 അല്ലേ. അപ്പോൾ 0 -5. അടുത്ത ഈ മൈനസ് ഇടുക. ഇവിടെ ഒരു -1 ഉണ്ട്. ഇവിടെ ഒരു -1 ഞാൻ എഴുതി. ബ്രാക്കറ്റിനകത്ത് ഈ ഡിറ്റർമിനൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0 ഇൻറ്റു 0 0, ദെൻ -3 ഇൻറ്റു -1. 3 ഇൻറ്റു -1 ഈസ് -3. അപ്പോൾ ഇവിടെ ഉള്ള ഒരു മൈനസ് ഉണ്ട്, ഇത്രയും ഇവിടെ കിട്ടുന്നത് -3. ഓക്കെ, അടുത്തത് പ്ലസ് -2 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0 ഇൻറ്റു -5 0, ദെൻ -3 ഇൻറ്റു 2 ദറ്റ് ഈസ് 6. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ 2 ഇൻറ്റു 0 -5 -5 അല്ലേ. 0 ഇന്ന് -5 ചെയ്താൽ -5 കിട്ടും. ദെൻ ഇവിടെ നോക്കിയാൽ -1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 0 -3 എന്നെന്ത് വരും? 0 + 3 എന്ന് വരും. 0 + 3യുടെ വാല്യൂ 3, അതിവിടെ എഴുതി. പ്ലസ് -2 ഇൻറ്റു 0 -6. 0 -6 ഈസ് -6. ഇതൊന്നും ഇത്രയധികം എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് പ്രോബ്ലം ചെയ്ത് പരിചയമാകുമ്പോൾ വേഗം നമുക്ക് ഇതെല്ലാം 1-2 സ്റ്റെപ്പിനകത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു -5ൻ്റെ വാല്യൂ -10. അടുത്തത് ഇവിടെ നോക്കി, ഇവിടെ ഒരു -1 ഉണ്ട്, ഇൻറ്റു 3 എന്ന് പറയണേ. -1 ഇൻറ്റു 3 ഈസ് -3 അല്ലേ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -3 ഇൻറ്റു -1 എന്നുള്ള രീതിയാവും. അപ്പോൾ +3 ആവും. നോക്കിയേ, ഇനി ഇവിടെ -2 ഇൻറ്റു -6 ആണ്. -2 ഇൻറ്റു -6 എന്ന് പറഞ്ഞാൽ +12 വരും. അപ്പോൾ വാല്യൂ എത്ര വരും? 12 + 3 15. 15 - 10 വരും. 15 - 10 ഈസ്
5 എന്ന് വരും. മനസ്സിലായോ? ഒരു 3/3 ഡിറ്റർമിനന്റിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 0 1 0 1 2 0 0 4 then show that determinant of 3a equal to 27 into determinant of a. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1 0 1 0 1 2 0 0 4 എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോട് ഈ ഒരു റിലേഷൻ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 3a യുടെ വാല്യൂ എന്ന് പറയുന്നത് 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം മെട്രിക്സ് എടുത്ത് എഴുതാം. മെട്രിക്സ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 0 1 0 1 2 0 0 4. ഓക്കെ, അപ്പം മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയെങ്കിൽ മെട്രിക്സ് ഒരു 3/3 മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എഴുതാൻ അറിയാലോ അല്ലേ? ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഇപ്പോൾ കാണാൻ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 3a ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് അല്ലേ? അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ LHS പാർട്ട് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 3 ഇൻറ്റു എ ആണ് അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് 3 ഇൻറ്റു എ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം? ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണണമെങ്കിൽ ആദ്യം 3a എന്താണെന്ന് അറിയണം അല്ലേ? എ അറിയാമെങ്കിൽ 3a എന്താണെന്ന് അറിയാലോ. എങ്ങനെയാണ് കാണണേ? എ അറിയാമെങ്കിൽ 3a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എ എന്നുള്ള മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എ എന്നുള്ള മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ എലമെൻറ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 3, ദെൻ 0 ഇൻറ്റു 3 0, 3 ഇൻറ്റു 1 3, അടുത്ത 0 ഇൻറ്റു 3 0, 0 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 2 6, then 0 into 3 0, 0 into 3 0, then 3 into 4 that is 12. അപ്പോൾ നമ്മുടെ 3 ഡിറ്റർമിനന്റ് ഫോം എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് 3a ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 3 0 3 0 3 6 0 0 12. ഇതിൻ്റെ വാല്യൂ കാണാൻ നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പഠിച്ചല്ലേ ഉള്ളൂ. എങ്ങനെയായിരുന്നു? 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. 3 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 12 മൈനസ് 0 ഇൻറ്റു 6. 3 ഇൻറ്റു 12 ഈസ് 3 ഇൻറ്റു 12 മൈനസ് 0 ഇൻറ്റു 6 മൈനസ് അടുത്ത് 0 ഉൾപ്പെടുന്ന റോയും കോളം കളയണം അല്ലേ? 0 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞാൽ 0 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് മൈനർ എന്ന് പറഞ്ഞാൽ 0 6 0 12 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഇൻറ്റു 12 അല്ലേ? 0 ഇൻറ്റു 12 മൈനസ് 0 ഇൻറ്റു 6 0 ഇൻറ്റു 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത ടേം പ്ലസ് ആണ്. അടുത്ത നമുക്ക് 3 ഉൾപ്പെടുന്ന റോയും കോളം കളയണം. 3 ഉൾപ്പെടുന്ന റോ ഇത്, 3 ഉൾപ്പെടുന്ന കോളം ഇത് രണ്ടും കളഞ്ഞാൽ ബാക്കി വരുന്ന മൈനറിൻ്റെ വാല്യൂ എഴുതണം. അപ്പോൾ 3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 0 ഇൻറ്റു 0 0 ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു 3 0 ഇൻറ്റു 3. ഇതൊക്കെ ഇത്ര പോലും എക്സ്പാൻഷൻ ഇല്ലാതെ ചെയ്യുന്ന വിധത്തിലാവും നിങ്ങൾ കുറച്ചധികം പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ 3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 3 ഇൻറ്റു 12 ഇൻറ്റു 3 നിന്ന് 36 മൈനസ് 0 ഇൻറ്റു 6 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ മൈനസ് ഇവിടെ അകത്ത് എന്ത് തന്നെ വന്നാലും 0 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് 0 നമുക്കിപ്പോൾ തന്നെ എഴുതാം. പ്ലസ് 3 ഇൻറ്റു ഇവിടെ 0 മൈനസ് 0 അതായത് 0 നോക്കിയേ. 3 ഇൻറ്റു 36 മൈനസ് 0 36 തന്നെ. ഇവിടെ മൈനസ് 0, ഇവിടെ 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ രണ്ട് ടൈമും 0 ആണ്. ബാക്കി വരുന്ന എന്താ? 3 ഇൻറ്റു 36 എന്ന് വരും. 3 ഇൻറ്റു 36ൻ്റെ വാല്യൂ എത്രയാണ്? 108 വരും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHSൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 108 ആണ്. അപ്പോൾ നമുക്ക് RHSൻ്റെ വാല്യൂ എന്ത് തന്നെയാണെന്ന് കാണിച്ചാൽ മതി? ഈ 108 എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണെന്ന് കാണിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ RHS എടുക്കുക. ഇനി RHS എന്ന് പറഞ്ഞത് എന്തായിരുന്നു? 27a ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ് RHS. തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കിയാൽ മതി. RHS എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ എന്താണ്? 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അപ്പോൾ RHS ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് കിട്ടി. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് 3 ആണ് കണ്ടുപിടിച്ചത്, ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞ വാല്യൂ കാണുക.
അപ്പോൾ വാല്യൂസ് എല്ലാം എടുത്തെഴുതുക. 1 0 1 0 1 2 0 0 4 വാല്യൂ എടുത്തെഴുതിയാൽ ഇനി എന്ത് ചെയ്യണം? ഇതൊരു 3/3 ഡിറ്റർമിനൻ്റ് ആണ്. വാല്യൂ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം 1 വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. റോ കളഞ്ഞു, കോളം കളഞ്ഞു. ബാക്കി വരുന്നത് 1 ഇൻറ്റു 4 ദറ്റ് ഈസ് 4 മൈനസ് 0 ഇൻറ്റു 2 0 ദെൻ മൈനസ് അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇൻറ്റു 0 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യണം. അടുത്ത 0 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്താൽ കിട്ടുന്നത് 0 2 0 4 എന്നുള്ളതാണ് മൈനർ കിട്ടുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 4 0 0 ഇൻറ്റു 2 മൈനസ് 0. അടുത്ത പ്ലസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യണം. 1 ഉൾപ്പെടുന്ന റോയും കോളം അവോയ്ഡ് ചെയ്താൽ കിട്ടുന്ന മൈനർ നോക്കാം. 0 1 0 0 ആണ്. അതിവിടെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 0 ഇൻറ്റു 0 0 മൈനസ് 0 ഇൻറ്റു 1 0 ഇൻറ്റു 1 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻറ്റു 4 മൈനസ് 0 4. ബാക്കി ഇവിടെ മൈനസ് 0 ഇൻറ്റു ആണ്. അപ്പോൾ നോക്കേണ്ട കാര്യമില്ല, 0 കിട്ടി. അടുത്തിവിടെ 1 ഇൻറ്റു 0 മൈനസ് 0 0 മൈനസ് 0 ഇസ് 0. അപ്പോൾ 1 ഇൻറ്റു 0 എന്ന് വരും. 1 ഇൻറ്റു 0യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 0. അപ്പോൾ 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താ കിട്ടിയേ? നമുക്ക് 4 എന്ന് കിട്ടി അല്ലേ? ഡിറ്റർമിനൻ്റ് വാല്യൂ 4 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ RHS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയത് 4. അപ്പോൾ 27 ഇൻറ്റു 4 എത്രയും നോക്കാം. 27 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 108 എന്ന് കിട്ടും. LHS ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 108 ആണ്. അതുപോലെ തന്നെ RHS അത് തന്നെ കിട്ടി, 108 തന്നെ കിട്ടി അല്ലേ? LHS ഈക്വൽ ടു RHS എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മാർക്ക് ചെയ്യുക. ഇതിന് നമുക്ക് വേണേൽ ഇക്വേഷൻ 1 കൊടുക്കാം. ഇതിന് നമുക്ക് വേണേൽ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഫ്രം ഇക്വേഷൻസ് 1 ആൻഡ് 2 ഫ്രം ഇക്വേഷൻസ് 1 ആൻഡ് 2 1 നും 2 നമുക്ക് എന്താ കിട്ടിയത്? LHS ഈക്വൽ ടു RHS രണ്ടും ഈക്വൽ ആണ്. അതായത് 108 തന്നെയാണെന്ന് കിട്ടി. അതായത് LHS ഈക്വൽ ടു RHS. LHS ആയിട്ട് എടുത്തേക്കുന്ന ഭാഗം എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് 3a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS എന്ന് പറഞ്ഞാൽ കിട്ടിയത് എന്താണ്? നമ്മൾ RHS ആയിട്ട് എടുത്തിരുന്നത് എന്താണ്? 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് a ആണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഡിറ്റർമിനൻ്റ് ഓഫ് 3a എന്ന് പറഞ്ഞാൽ 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് a ആണ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തുള്ള പ്രോബ്ലങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്